അപ്പൊ സലാമിക്ക് നമ്മൾ ഓണം പ്രമാണിച്ച് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കൊടുക്കും. മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നതാണ്. അപ്പൊ 37,000 രൂപ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ബൈക്കൊക്കെ നമുക്ക് ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ്. അടുത്ത NS 200 ഇരിക്കുന്നുണ്ടല്ലോ, 1, 2, 3 വേറെ ഇരിക്കണ്ടോ എവിടെയെങ്കിലും? ഡ്യൂക്കിന്റെ സെക്ഷനിലേക്ക് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഡ്യൂക്ക് ഉണ്ടെന്നുള്ള കളക്ഷൻസ്. ഇതൊക്കെ 200 അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അതായത് പഴയ ഷേപ്പ് തന്നെ ഓണൊക്കെ ആയതുകൊണ്ട് മാക്സിമം ഡിസ്കൗണ്ടിൽ വണ്ടി കൊടുത്തിട്ട് ഇതെല്ലാം ക്ലിയറൻസ് ഏരിയ നമുക്ക് അടുത്തൊരു കിടക്കം വീഡിയോ ചെയ്യാനുള്ളതാണ്. ഇരിക്കുന്ന V3 എല്ലാം നമുക്ക് ഏകദേശം 10,000 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് എക്സ്പൾസുകളുടെ കളക്ഷൻസ് അല്ലേ? എക്സ്പൾസ് ഒക്കെ നമുക്ക് ഏതൊക്കെ മോഡൽ ഉണ്ട്? യൂണിക്കോണിന്റെ കേസ് ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഓപ്പറേഷൻ 2019 തൊട്ട് 2024 വരെയുള്ള യൂണിക്കോണിന്റെ കളക്ഷൻസ് ഉണ്ട്. സ്കൂട്ടേഴ്സ് ഒക്കെ ഒരു 15 രൂപ 15-20 റേഞ്ച് കിട്ടും. ഒരു പുതിയ വണ്ടി ഇരിപ്പുണ്ട്, 600 കിലോമീറ്റർ ഓടിയിട്ടു. ഇതല്ലേ വെറും 600 കിലോമീറ്റർ 3.5 മാസം പഴക്കമുള്ള വണ്ടിക്ക്. നമ്മുടെ ഇപ്പൊ കുറഞ്ഞത് ഇതാണോ? ഏറ്റവും കുറഞ്ഞതാണ്. 2 ഹിമാലയ, 3 ഹിമാലയ ഇരിക്കുന്നു. ഹിമാലയ ഉണ്ട്, മലന്റെ 2 വണ്ടി വേറെ ഉണ്ട്. ഒരു 9 മാസം പഴക്കമുള്ളൂ. അത് 7,000 കിലോമീറ്റർ. പഴയ ബുള്ളറ്റ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് വണ്ടി. വെറും 2,000 കിലോമീറ്റർ വെറും 2,000 കിലോമീറ്ററോടെ NS 400 കാണാത്ത വണ്ടി CBR 2019 വണ്ടിയാണ്. 2025 വെറും 2,000 കിലോമീറ്ററോടെ GT ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫാസ്റ്റിനെ നമ്മൾ വീഡിയോ കാണിച്ചത് ഓൺ ദ സ്പോട്ട് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ചിറയത്ത് പുതിയൊരു യൂസ്ഡ് ബൈക്ക് ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. SS മോട്ടോഴ്സ് എന്നാണ് ഷോറൂമിന്റെ പേര് വരുന്നത്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, എറണാകുളം ജില്ലയിൽ ചിറയത്താണ്. കയറി വരുമ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് കാണാൻ പറ്റും. സ്പോർട്സ് സെഗ്മെന്റ് വണ്ടികളുടെ കളക്ഷൻസ് ഫ്രണ്ടിലുണ്ട്. ഉള്ളിലേക്ക് പോകുമ്പോൾ മൈലേജ് വണ്ടികളും സ്കൂട്ടേഴ്സും അങ്ങനെ ഏകദേശം ഒരു 150ഓളം വണ്ടികളുടെ കളക്ഷൻസ് ഉള്ള ഷോറൂമിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് ഇവിടുത്തെ സ്റ്റാഫിനെ പരിചയപ്പെടട്ടെ. ഒരാളിവിടെ നിൽക്കുന്നുണ്ട്, വരൂ, ഇങ്ങോട്ട് വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ആള്. പേര് പറഞ്ഞോ? കിരൺ ആണ് നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളും ഇൻട്രോയിൽ പറയാൻ പോണത് അല്ലേ? വണ്ടിയുടെ വില നമുക്ക് വേറെ ആള് പറഞ്ഞു തരും. അതെ, 2 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആലുവ ചിറയം കൂനമ്മാവന്റെ അടുത്തായിട്ട് സ്ഥലം തന്നെ. ചിറയത്താണ് എക്സാക്ട് നമ്മുടെ സ്ഥലം. അപ്പോ ആലുവന്ന് വരുമ്പോ നമ്മൾ പാനായിക്കുളം കയറിയിട്ട് നേരെ വരാൻ സാധിക്കുന്നതാണ്. അപ്പൊ വേറെ ലൊക്കേഷൻ പിന്നെ വരാപ്പുഴ കൂനമ്മാവിന്ന് കട്ട് ചെയ്തിട്ട് നേരെ വരുമ്പോ പറഞ്ഞ കൂനമ്മ വരാപ്പുഴ റൂട്ടിൽ നിന്ന് വന്നാൽ, അതായത് കറക്റ്റ് എക്സാക്ട് ജംഗ്ഷനിലല്ല, നമുക്ക് വീടിനോട് ചേർന്നിട്ടുള്ള നമ്മൾ ഒരു സംരംഭമാണ്. ഏകദേശം എനിക്കറിയാൻ കഴിയും, ഏകദേശം 10-12 വർഷത്തോളം 12 വർഷം വണ്ടിയുടെ ഫീൽഡിലുള്ള ആളാണ്. ആളുടെ പേരെന്തായിരുന്നു? നമ്മുടെ കട പേര് അബ്ദുൾ സലാം ഒക്കെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആള് ഇപ്പോൾ ഓൾറെഡി കസ്റ്റമർ ഉള്ളതുകൊണ്ട് ഡീലിംഗിലാണ്. അപ്പൊ നമുക്ക് ഫിനാൻസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? എല്ലാ ജില്ലകളും നമുക്കും, അതായത് ഓൾ കേരള നമുക്ക് ചെയ്യാൻ സാധിക്കും. കേരള കൊടുക്കാൻ പറ്റും. നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ കാസർഗോഡൊക്കെ എങ്ങനെയുണ്ട്? കാസർഗോഡും ചെയ്യാൻ നമുക്ക് പറ്റും. എല്ലാ ഏരിയയിലും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര വരും സ്റ്റാർട്ടിംഗ്? ഇപ്പോൾ 10,000 രൂപ വരെ നമുക്ക് വണ്ടികൾ ഇറക്കാൻ സാധിക്കും. ഏകദേശം 10,000 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് വണ്ടികൾ ഇറക്കാൻ പറ്റുന്നതാണ്. എല്ലാ വണ്ടികളും ഉണ്ട്. ഫിനാൻസ് ആൻഡ് ഡോക്യുമെന്റ്, ആധാർ, പാൻ കാർഡ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വേറൊന്നും വേണ്ട. കരടച്ചൊന്നും വേണ്ടല്ലോ. കരടച്ചതുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് മേലെയാണെങ്കിൽ കരടച്ച റെസിപ്റ്റും കാര്യങ്ങളും വേണം. ഒന്നി താഴെയാണെങ്കിൽ നമുക്ക് റെഡി സ്പോട്ട് അപ്രൂവൽ നമുക്ക് ഇറക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഓരോ വണ്ടികളായിട്ട് ഇനി പരിചയപ്പെടാല്ലേ? പരിചയപ്പെടാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സലാമിക്കയാണ് നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളും പറയുന്നത് വണ്ടിയുടെ അല്ലേ? അപ്പൊ സലാമിക്ക നമ്മൾ ഓണം പ്രമാണിച്ച് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഓണം പ്രമാണിച്ച് മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നതാണ്. അത് നമുക്കൊരു മൂലയെന്ന് തുടങ്ങാം. ആദ്യം കുറച്ച് മൈലേജ് ഉള്ള വണ്ടികളുണ്ട്. ഇത് ഷൈൻ അല്ലേ? 2016. ഇത് 2016 ഉണ്ട്. എത്ര ഓടിയിട്ടുണ്ടാവും ഏകദേശം? ഇതൊരു 22,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. എന്ത് വില കൊടുക്കാൻ പറ്റും? നമുക്കൊരു 38-37 ലാസ്റ്റ് 38-37. അപ്പൊ 37,000 രൂപ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ്. 16 ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടാൻ സാധ്യത ഇല്ല. 18 മുതലല്ലേ കിട്ടുള്ളൂ? കിട്ടും. നമുക്ക് ഫൈനാൻസ് കിട്ടാം. 16 ഫിനാൻസ് കൊടുക്കാന്ന് നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു. അപ്പൊ ഫിനാൻസ് കിട്ടുന്നതാണ്. നിസ്സാര ഡൗൺ പേയ്മെന്റ്. ഇപ്പൊ 37 ആയതുകൊണ്ട് ഏകദേശം ഒരു 10 താഴെയൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത SP 125 ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? ഇത് 2023 മോഡലാണ്. എന്ത് വില കൊടുക്കും? നമുക്കൊരു 75 രൂപ ലാസ്റ്റ് കൊടുക്കാം. 2023 75,000 രൂപ. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ ആണ്. ഈ വണ്ടി ഒരു 10,000 ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത TVS വണ്ടി, 22 മോഡൽ. 22 മോഡൽ. നമുക്കൊരു ലാസ്റ്റ് ഒരു 62 രൂപ റേഞ്ച് ഒക്കെ കൊടുക്കാം. 62 രൂപ കൊടുക്കാൻ പറ്റും. വീണ്ടും TVS സ്പോർട്ട്, സ്പോർട്ട് ഇത് നമുക്കൊരു 52 രൂപ കൊടുക്കാം. 2023 മോഡൽ. 52,000. അടുത്ത ഗ്ലാമർ പുതിയതല്ലേ? ഇത് ഗ്ലാമർ 2022 മോഡൽ. 22 മോഡൽ. നമുക്കൊരു 55 രൂപ റേഞ്ച് ഒക്കെ കൊടുക്കാം. 55 കൊടുക്കാൻ പറ്റുന്നതാണ്. അതും ഏകദേശം 10 താഴെ. ഏകദേശം ബൈക്കൊക്കെ നമുക്ക് ഒരു 10,000 രൂപ നമുക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടോ? കണ്ട വണ്ടികളെല്ലാം സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? എല്ലാം സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 90% സിംഗിൾ ആയിരിക്കും. ഇൻ കേസ് സെക്കൻഡും തേർഡും സെക്കൻഡ് ഒക്കെ തന്നെയാണ്. അത് നമ്മള് സെക്കൻഡ് വരുമ്പോൾ എടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ. അടുത്ത മൈലേജ് കിങ് CT എടുക്കുന്നുണ്ട്.
ഏതാ മോഡല്? സിറ്റി 110 2022 മോഡലാണ്. 22 മോഡൽ നമുക്കൊരു 45 രൂപ റേഞ്ചിനൊക്കെ നമുക്ക് കൊടുക്കാം. 2022 30,000 കിലോമീറ്ററുടെ വണ്ടി നമുക്ക് 45,000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല വണ്ടിയാണ്. വണ്ടിയുടെ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. ടയർ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ മാറ്റി സെറ്റ് ആയിട്ട് എല്ലാ വണ്ടിക്കും കൊടുക്കും. ഓക്കെ. അടുത്ത NS 200 ഇരിക്കുന്നുണ്ടല്ലോ, 1 2 3 വേറെ ഇരിക്കണ്ടോ എവിടെയെങ്കിലും? ഇല്ല, ഇപ്പം ഒരു 400 ഉണ്ടായിരുന്നല്ലേ? 400 ഇപ്പം. ഓക്കെ, നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഈ 200ന്റെ കേസ് ഏതൊക്കെ മോഡല്? ഇത് 2017 വണ്ടിയാണ്. 17 ഓട്ടം കുറവാ, 15,000 ഓടിയിട്ടുള്ളൂ. 15,000 ഇതെല്ലാം സിംഗിൾ ഓൺഷിപ്പ് വണ്ടികളാണ്. എല്ലാം 17 ആണോ? അല്ലല്ല, അത് 18, ബ്ലാക്ക് 18, ഇത് 20 ആണ്. 17 എന്ത് വില വരും? ഇത് നമുക്കൊരു ലാസ്റ്റ് 69 റേഞ്ചിനാണ് കൊടുക്കാം. 69. ഇതാണെങ്കിലോ? ഇതാകുമ്പോൾ നമുക്കൊരു 2020 വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 94 രൂപ റേഞ്ച് ഒക്കെ 94. ഇത് 20? അത് 2018 വണ്ടി. 18. 72 രൂപ കൊടുക്കാം. 72 കൊടുക്കാൻ പറ്റും. ഇനി വേറെ കുറഞ്ഞ NS ഇരിക്കണ്ട? NS ഇപ്പൊ നമ്മൾ സ്റ്റോക്കുകൾ, പിന്നെ ഒരു 400 ഉണ്ട്. NS 400 ഉണ്ട്. ഡ്യൂക്കിന്റെ സെക്ഷനിലേക്ക് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഡ്യൂക്ക് ഉണ്ടെന്നുള്ള കളക്ഷൻസ്. ഡ്യൂക്ക് ഇരിപ്പുണ്ട്. ഇതേതാ ഡ്യൂക്ക്? ഇത് 2019 ABS. ഇത് 200 ആണോ? 200 2019 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. നമുക്ക് എന്ത് വില വരും? നമുക്ക് 145 ലാസ്റ്റ് കൊടുക്കണം. 145. ഇതാണെങ്കിലോ? ഇത് 2019 വണ്ടികൾ തന്നെ. 250 അല്ലേ? രണ്ടെണ്ണം 219 ആണോ? എന്ത് വില വരും? നമുക്ക് 155 ഇട്ട് കൊടുക്കാം. 1,55,000 രൂപയാണ്. ഈ പറഞ്ഞ വിലയിൽ നിന്ന് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കര കണ്ടോതില്ല വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കോ? പിന്നെ ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ടായ വേണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോയതല്ലേ? വരാനുണ്ട്. ആ ഒരു ഡ്യൂക്ക് നമുക്ക് വാഷിംഗിന് എന്ത് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ 250. ഇത് 2021 മോഡൽ. 21 മോഡല്. എത്ര ഓടി ഉണ്ടാവും ഏകദേശം? ഇതൊരു 19 സംതിങ് ഓടി. ഓക്കെ. നമ്മുടെ ഉള്ള കിലോമീറ്റർ ഒരു 30 താഴെയൊക്കെ ആയിരിക്കും. ലോ കിലോമീറ്റർ വണ്ടികളായിരിക്കും. ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് വില വരും? ഇത് നമുക്കൊരു 178 2021 1,75 ചെയ്യാം. ഒരു 30 രൂപയൊക്കെ 40 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന ഡൗൺ പേയ്മെന്റ് എല്ലാം ഡിപ്പെൻസ് ഓൺ ട്രാക്ക് ആണ്. നിങ്ങളുടെ സിബിൽ സ്കോർ ഏകദേശം ഒരു 700 മേലെ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുള്ളൂ. നല്ല സിബിൽ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കുറയും. എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അടുത്താണെങ്കിൽ ഇതൊക്കെ 200 മോഡൽ. 200 200 അല്ലേ? ഇതെല്ലാം 200. 1 2 3 4. ഇത് ഏതൊക്കെ മോഡൽ എടുക്കാം? ഇതൊരു ഏറ്റവും പുതിയ മോഡൽ TFT ഡിസ്പ്ലേ മോഡലാണ്. 2025 വണ്ടി. 25 മോഡൽ. എന്ത് വില വരും? 10 അടുത്ത് ഓടിയിട്ടുള്ളൂ. 10,000 190. 190. ഇതാണെങ്കിലോ? ഇത് 2024 മോഡലാണ്. നമുക്ക് ഇത് 170 ഒക്കെ ഇട്ട് കൊടുക്കാം. 170 കൊടുക്കാം. ഇതൊക്കെയാണെങ്കിലോ? ഇത് വരുമ്പോ 2024 മോഡലാണ്. 172 റേഞ്ച് 38 കൊടുക്കാം. 2022 മോഡൽ. ഓക്കെ. വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ പേജിൽ ഉണ്ടാവും. SS മോട്ടോഴ്സ്. അതിലെല്ലാ വണ്ടിയുടെ ഒരു 5-6 ഫോട്ടോസും എല്ലാം ഉണ്ടാവും. ഡൗൺ പേയ്മെന്റ് വില എല്ലാം ഉണ്ടാവും. അപ്പൊ സംശയമുള്ളവർക്ക് കയറി നോക്കാം. അടുത്ത TVSന്റെ RTR 160. ഇത് അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അതായത് പഴയ ഷേപ്പ് തന്നെ പുതിയ ലിമിറ്റഡ് എഡിഷൻ വണ്ടികളാണ്. RTR 160 2024 മോഡലാണ്. എന്ത് വില കൊടുക്കാം? 95 രൂപ ലാസ്റ്റ് കൊടുക്കാം. 95,000 രൂപ കിട്ടുന്നതാണ്. അടുത്ത എക്സ്ട്രീം ഹീറോഡ. ഇത് 2024 മോഡൽ എക്സ്ട്രീം 125. നമുക്കൊരു 80 രൂപ റേഞ്ച് ഒക്കെ ഇട്ട് ലാസ്റ്റ് കൊടുക്കും. 80,000 രൂപയാണ്. നമുക്ക് ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് അയറോക്സ് 2024 മോഡലാണ്. 24 മോഡൽ. നമുക്കൊരു 145 ഒക്കെ ഉണ്ട്. നമുക്കൊരു 138 ഒക്കെ ഫൈനൽ ഓണായിട്ട് കൊടുക്കാം. 138 അതിൽ കുറയാൻ സാധ്യത ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ചിട്ടേക്കണത് ചെറുതായിട്ടൊക്കെ കുറക്കണം. ഓണൊക്കെ ആയതുകൊണ്ട് മാക്സിമം ഡിസ്കൗണ്ടിൽ അങ്ങോട്ട് വണ്ടി കൊടുത്തിട്ട് ഇതെല്ലാം ക്ലിയറൻസ് ഏരിയ നമുക്ക് അടുത്തൊരു കിടക്കം വീഡിയോ ചെയ്യാനുള്ളതാണ്. അവിടെ എല്ലാവരും വന്ന് വാങ്ങണം അല്ലേ? അടുത്തത് V3 V4 എല്ലാം ഇരിക്കുന്നുണ്ട്. 2021 മോഡൽ രൂപയുണ്ട്. നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി തന്നെ. 1 ലക്ഷം രൂപ ഒരു 20-15 ഒക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ഇത് 2022 ജിക്സർ 150. ജിക്സർ 150 എന്ത് വില കൊടുക്കും? നമുക്ക് 78 രൂപ ഒക്കെ ലാസ്റ്റ് കൊടുക്കും. 78. അടുത്ത മോൺസ്റ്റർ അത് V4 2021 മോഡൽ. 19 ഓടിയിട്ടുള്ളൂ. നമ്മുടെ റേറ്റ് 122. 2019 മോഡലല്ലേ? ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് ഒരു 15-20 ഒക്കെ മതി. വീത്തുകളെല്ലാം അങ്ങനെ തന്നെ നമുക്ക് 10 രൂപ 5 രൂപ നമുക്ക് ഇറക്കി കൊടുക്കാം. 2022-2021 മോഡലാണ്. ഇരിക്കുന്ന V3 എല്ലാം നമുക്ക് ഏകദേശം 10,000 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. വില എത്ര വരുന്നുണ്ട്? നമുക്കൊരു 115 120 ആ റേഞ്ച് 2022-2021 മോഡൽ. 115 120 ഒക്കെ റേറ്റ് വരുന്നത്. അത് വണ്ടിയുടെ കിലോമീറ്റർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അടുത്തത് NS 160 2022 മോഡലാണ്. എന്ത് വില വരും? 75 രൂപ. 75. അടുത്തത് എക്സ്പൾസുകളുടെ കളക്ഷൻസ് ആണല്ലേ? എക്സ്പൾസ് ഒക്കെ നമുക്ക് ഏതൊക്കെ മോഡൽ ഉണ്ട്? ഇത് നമുക്ക് 2021 മോഡലാണ്. നമുക്കൊരു 85 രൂപ ലാസ്റ്റ് കൊടുക്കും. 85 സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. ഇത് 2020 മോഡൽ. നമുക്ക് 75 രൂപ 73 രൂപ ലാസ്റ്റ് കൊടുക്കും. 73. ഇത് ഏതാ മോഡല്? ഇത് 2023 പുതിയ മോഡൽ 4V. നമുക്കൊരു 130 ഒക്കെ ലാസ്റ്റ് കൊടുക്കും. 130 ഒക്കെ ഏകദേശം 15-20 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഇത്
ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂട്ടി എക്സ്പൾസ് ഹീറോന് വേണ്ടി വരും. വേണ്ടി വരും. ഒരു 40 രൂപ 35-40 ഫിനാൻസ് ഫണ്ടിങ് വരാൻ കുറച്ച് പ്രശ്നമുണ്ട് ഹീറോക്ക്. ഓക്കെ, ഇതാണെങ്കിൽ എക്സ്പൾസ് ഇതും 2021 മുതൽ നമുക്ക് ഒരു 90, 88, 90 റേഞ്ചിനൊക്കെ ലാസ്റ്റ് 88-90. അടുത്തൊരു ആക്സസിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. 2020 മുതൽ ആക്സസ് ഏറ്റവും ഡിമാൻഡുള്ള വണ്ടി അത്. 20 മോഡൽ നമുക്കൊരു 63 രൂപ റേഞ്ച് കിട്ടില്ല. 63,000 രൂപ നമുക്ക് കിട്ടുന്നതാണ്. നല്ല വണ്ടിയാണ് കേട്ടോ. കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. ടയർ ഒന്നും കുഴപ്പമില്ല. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, എക്സ്പൾസ് പ്രോ അല്ലേ ഇത്? ഇത് റാലി, 2 വണ്ടി റാലിയാണ്. 22 മോഡലും 24 മോഡലും. ഓക്കെ, ഇത് 24. അതെ, ഇത് 1.55 കൊടുക്കാം. 1.55. ഇത് നമുക്കൊരു 1.28 കൊടുക്കാം. 1.28 കൊടുക്കാം. RS ആണെങ്കിൽ അത് 2018 വണ്ടിയാണ്. നമുക്കൊരു 92 രൂപ 90 ഒക്കെ ലാസ്റ്റ് കൊടുക്കും. 90 ഒക്കെ കൊടുക്കാം. ABS മോഡലാണ്. 90 എന്ന് പറയുമ്പോൾ ഇതൊരു 20 രൂപ. ഇതൊരു 20 അടുത്ത യൂണിക്കോണിന്റെ കളക്ഷൻസ് ഇഷ്ടംമാതിരി കിടക്കണ്ടല്ലോ. യൂണിക്കോണ്ട് പിന്നെ ഇത് RTR 200 ഉണ്ട്, 160 ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്ത് വില വരുന്നുണ്ട്? ഇത് 85 രൂപ 2 വണ്ടി. 21 മോഡൽ 200 ഉം 22 മോഡൽ 160. രണ്ടും 85 രൂപ. നമുക്കൊരു 15 രൂപ ഉണ്ട് നമുക്ക് ഇറക്കി കൊടുക്കാം. യൂണിക്കോണിന്റെ കേസ് ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഓപ്പറേഷൻ. ഇത് യൂണിക്കോൺ അത്യാവശ്യം ഫുൾ യൂണിക്കോൺ ആണ്. ഇടയ്ക്ക് വല്ല ഇരിക്കണ്ടോ? പിന്നെ FC വേർഷൻ 3 രൂപ. ഈ ഏതൊക്കെ യൂണിക്കോൺ നമ്മുടെ 2019 ഇങ്ങോട്ട് 24 വരെയുള്ള 2019 മുതൽ 2024 വരെയുള്ള യൂണിക്കോണിന്റെ കളക്ഷൻസ് ഉണ്ട്. എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ഏകദേശം 35 ഓടിയതുണ്ട്, പിന്നെ 10 ഓടിയതുണ്ട്, 18 ഓടിയതുണ്ട്. സ്റ്റാർട്ടിംഗ് എന്ത് വരുന്നുണ്ട്? 19 നമുക്കൊരു 72 രൂപ 70 രൂപ ആ റേഞ്ച് ഒക്കെയാണ് വന്നത് സ്റ്റാർട്ടിംഗ്. ഏകദേശം ഒരു 10-20 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കാം. ഒരു 20 രൂപ ഒക്കെ നമുക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സ്കൂട്ടേഴ്സിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് സ്കൂട്ടേഴ്സ് കുറച്ച് കുറവാണെങ്കിൽ വരാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലൊരു സ്പെഷ്യൽ വണ്ടി ഉണ്ടല്ലോ. അത് FC റേസ് പറഞ്ഞല്ലോ. FC 2 V3 ഇരിപ്പുണ്ട്. രണ്ടും 23 മോഡലാണ്. സിംഗിൾ മോഡൽ. എന്ത് വില വരുന്നത്? 94 രൂപ റേഞ്ച് ഒക്കെ ലാസ്റ്റ് കൊടുക്കും. ഓക്കെ ഓക്കെ, അപ്പൊ സ്കൂട്ടേഴ്സിലേക്ക് പോയാലോ? ഇവിടുന്ന് വരാം നമുക്ക്. ഇത് ഫാസിനോണ് 2022 മോഡൽ. 22 മോഡൽ. എന്ത് വില വരും? നമുക്കൊരു 68 രൂപ. ഏറ്റവും കൂടിയ മോഡൽ S എന്ന് പറഞ്ഞിട്ട്. S എന്നുള്ളത് S എന്നാവും മറ്റേ ഈ ഒരു ഇതുള്ളല്ലേ, ഡിജിറ്റൽ മീറ്റർ ഗോൾഡൻ അലോയിലും എല്ലാം ഗോൾഡൻ വരുന്നുണ്ട്. ഇത് 68 രൂപ. 68 ആണ്. ഒരു 10-15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് നല്ല ഒരു വെസ്പ ഇരിക്കുന്നുണ്ട്. 20,000 കിലോമീറ്ററോടെ വണ്ടി. എന്ത് വില വരും? ഇത് നമുക്കൊരു 56 രൂപ റേഞ്ച് ഒക്കെ കൊടുക്കാം. 56,000 വരുന്നത്. ഇത് അപ്രില്ല നമുക്കൊരു 40 രൂപ റേഞ്ച് ഒക്കെ കൊടുക്കാം. 2018 വണ്ടിയാണ്. 26,000 കിലോമീറ്റർ ഒക്കെ ആണ്. അതെ. അടുത്തത് ഇത് ജൂപ്പിറ്റർ 2023 വണ്ടി 123 മോഡൽ. എന്ത് വില വരും? ഇത് നമുക്കൊരു 72 രൂപ 70 രൂപ ഒക്കെ ലാസ്റ്റ് കൊടുക്കും. 72-70. അത് ഇനിയും കുറയും. ഒരു 69 നമുക്ക് 70 രൂപ ലാസ്റ്റ് 69 നമുക്ക് വന്ന് ഇരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റല്ലേ. അടുത്ത വീണ്ടും ജൂപ്പിറ്റർ. ടോപ്പിന്റെ അല്ലേ? 21 വണ്ടിയും 20 വണ്ടി. ഇതൊരു 55 രൂപ കൊടുക്കാം. ഇതൊരു 60 രൂപ കൊടുക്കാം. ഏകദേശം 15. ഈ സ്കൂട്ടേഴ്സ് ഒക്കെ ഒരു 15 രൂപ 15-20 റേഞ്ച് കിട്ടാൻ. നമ്മൾ ഡൗൺ പേയ്മെന്റ് കൂടുതൽ പറയുന്നത് നിങ്ങൾ ഞാൻ ചെറിയ എമൗണ്ടിൽ വന്നിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഒരു വിഷമം വരണ്ട. ആവറേജ് ഇട്ടാ പറയുന്നത്. ചിലപ്പോൾ ഇതിനും കുറച്ച് കിട്ടുന്നതായിരിക്കും. ഇത് ആക്റ്റീവ 6G ഇരിക്കുന്നുണ്ട്. 35,000 കിലോമീറ്റർ. 2022 മോഡൽ. അത് 23 മോഡൽ. രണ്ടും 22-ഉം 23. ഇത് 22. എന്ത് വില വരും? ഇത് നമുക്കൊരു 68 രൂപ റേഞ്ച് ഒക്കെ 68. ഇതൊരു 72 രൂപ റേഞ്ച്. ഇത് 27,000 കിലോമീറ്റർ. 22,000. 24 മോഡൽ ആക്റ്റീവ 125. ഇത് 125. 24 മോഡൽ. എന്ത് വില വരുന്നുണ്ട്? 80 രൂപ റേഞ്ച് ഒക്കെ കൊടുക്കാം. 80 രൂപ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എൻറ്റോർക്കുകൾ ഉണ്ട്. 1, 2, 3, 4 എൻറ്റോർക്ക് ഉണ്ട്. ഇതൊക്കെ റേസ് അല്ലെല്ലാം. ഇതെല്ലാം റേസ് എഡിഷൻ. ഈ റേസ് എഡിഷൻ എന്ത് വില വരുന്നുണ്ട്? ഇതൊക്കെ 2024 മോഡലാണ്. നമുക്ക് 83 രൂപ റേഞ്ച് വന്നതാണ്. 2022 അതേ ഓടിയുള്ള 11 ഓടിയിട്ടുള്ളൂ. നമുക്ക് 70 രൂപ റേഞ്ച് ഒക്കെ കിട്ടും. 70 രൂപ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എൻറ്റോർക്കിന്റെ ഒരു പുതിയ വണ്ടി ഇരിപ്പുണ്ട്. 600 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. ഇതല്ലേ? വെറും 600 കിലോമീറ്റർ. 3.5 മാസം പഴക്കമുള്ള വണ്ടിക്ക്. 3.5 മാസം 600 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ വണ്ടി. അതെ. എന്ത് വില വരും? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 1.8 ഒക്കെ ഇട്ട് ലാസ്റ്റ് കൊടുക്കാം. 1.8. പുതിയതിന് 1.20-27 അടുത്ത് വിലയുണ്ട്. 1,80,000 രൂപയാണ്. ഇത് ഫാസിന് 17 ഏതാ മോഡൽ? ഇത് ഫസിനോ പഴയ 2016 മോഡൽ. 35 രൂപ റേഞ്ച് ഇട്ട് കൊടുക്കാം. നല്ല വണ്ടിയാ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 35 രൂപ റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. നമ്മുടെ ഇപ്പോൾ കുറഞ്ഞത് ഇതാണോ? ഏറ്റവും കുറഞ്ഞതാണ്. 35,000 പോയി വണ്ടി ഉണ്ടായിരുന്നു. പുതിയ മാക്സിമം കുറഞ്ഞ വണ്ടി എടുക്കുന്നില്ല. നമ്മൾ നല്ല വണ്ടി നോക്കി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കുന്നു. എക്സ്ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് കുറഞ്ഞെടുക്കുന്നത്. അടുത്ത ഇത് ഏത് വണ്ടി? ആക്റ്റീവ. ഇത് 2019 ആക്റ്റീവ. 52 രൂപ റേഞ്ച് ഇട്ട് കൊടുക്കാം. 2019 52,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്ത റേസ് 2024 മോഡൽ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ടോപ്പ് എൻഡ് മോഡൽ. 86. അടുത്ത ഫാസിന് പുതിയതല്ലേ? 2021 മോഡൽ. 21 മോഡൽ. 60 രൂപ റേഞ്ച് ഇട്ട് കൊടുക്കാം. 60 രൂപ കൊടുക്കാൻ പറ്റും. അടുത്ത വെസ്പ റെഡ് കളർ. 2023 78 രൂപ. 78 രൂപ വെസ്പ കൊടുക്കുന്നതാണ്.
അടുത്തത് ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ രണ്ട് GT ഇരിക്കണ്ട ഫ്രണ്ടിൽ ഞാൻ കാണിച്ചായിരുന്നു. ഏതൊക്കെ മോഡൽ ജസ്റ്റ് പറയാൻ പറ്റുമോ? വില പറയണ്ട, വില 2025 ഉണ്ട്, 2021 പറഞ്ഞു 11,000 2 ലോ കിലോമീറ്റേഴ്സാ. 25 മുതൽ 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2000 കിലോമീറ്റർ 2000 കിലോമീറ്ററോടെ GT ഇരിക്കണ്ട. പിന്നെ ഒരു 21 മുതൽ 11 ഓടിയിട്ടുള്ളൂ. 11. അപ്പൊ ലോ കിലോമീറ്റർ വണ്ടി ഇരിക്കുന്നുണ്ട്, നമുക്ക് കാണിക്കുന്നതായിരിക്കും. അടുത്തത് 100. ഇത് 2023 100 ആണ്. നമുക്കൊരു 1,50,000 രൂപ റേഞ്ച് ഇട്ട് കൊടുക്കാം. 1,50,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ആ ഒരു 20-30 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത 2 ഹിമാലയ, 3 ഹിമാലയ ഇരിക്കുന്നത്. ഹിമാലയ ഉണ്ട്, ഹിമാലയ 2 വണ്ടി വേറെ ഉണ്ട്. ഇതൊക്കെ ഏതാ മോഡൽ വരെ ഹിമാലയ? ഇതൊക്കെ 21 മോഡലാണ്. 21 എന്ത് വില വരും? 210 2.8 ഇട്ട് ലാസ്റ്റ് കൊടുക്കാം. 210 2.8 ആക്കാം. 2,80,000 രൂപ. ഇതാണെങ്കിൽ റെഡ് 2022 വണ്ടി. 2 വണ്ടി ഇത് നമുക്ക് 2.30 ആസ്കിംഗ് പ്രൈസ്. നമുക്ക് 2.30 ഇട്ട് ലാസ്റ്റ് കൊടുക്കാം. 2.30 കൊടുക്കാം. ഓക്കെ, ലോ കിലോമീറ്റർ അല്ലേ? ഇത് 28 അറേഞ്ച് കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. ഇത് ജിക്സർ അല്ലേ? ജിക്സർ 2021 മോഡലാണ്. നമുക്കൊരു 72 രൂപ ലാസ്റ്റ് കൊടുക്കാം. 72 രൂപയാണ്. അടുത്ത KTM ഡ്യൂക്ക് ഇരിക്കണ്ടല്ലോ. ഇത് 2021 250. 1,78 ലാസ്റ്റ് കൊടുക്കാം. 1,78. ഓക്കെ, അടുത്ത റോണിന് ഇരിക്കുന്നത് പുതിയ വണ്ടിയാണ്. റോണിന് 2025 ലാസ്റ്റ് വണ്ടിയാണ്. ഒരു 9 മാസം പഴക്കമുള്ളൂ. അത് 7,000 കിലോമീറ്റർ. ഒരു 1,40 ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. 1,40,000 രൂപയാണ് റോണിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ആ ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ വണ്ടി കിട്ടുന്നതായിരിക്കും. അടുത്തത് തണ്ടർബേർഡ് 350 ഇരിക്കുന്നുണ്ട്. 2019 ABS മോഡൽ. 19 ABS. ഇത് നമുക്ക് ഒരു 1.8 റേഞ്ച് ഒക്കെ ലാസ്റ്റ് കൊടുക്കാം. 1,80,000 രൂപ. 20 രൂപ നമുക്ക് ലോൺ കിട്ടും. ഒരു 20,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഫണ്ടിങ് റോയൽ എൻഫീൽഡ് കയറുമല്ലോ. അടുത്ത ബുള്ളറ്റ്. ഇത് 2011 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 5 വർഷം പേപ്പർ ഉണ്ട് വണ്ടിക്ക്. പുതിയ പേപ്പർ എടുത്ത വണ്ടി. നമുക്കൊരു ലാസ്റ്റ് ഒരു 70 രൂപ കൊടുക്കാം. ഫുൾ കിലോമീറ്റർ 35,000 ആണോ? 35. അത് കിടക്കുന്നുണ്ട്. 30,000 കിടക്കുന്നത്. ചിലപ്പോൾ മീറ്റർ ചേഞ്ചിങ്. അപ്പൊ വണ്ടി 2011 35,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമുക്ക് 70 ക്വാളിറ്റി വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഞാൻ 5 വർഷം പേപ്പർ ഉണ്ട്. പഴയ ബുള്ളറ്റ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ വണ്ടി. അടുത്ത വീണ്ടും ബുള്ളറ്റ് ഇരിക്കണ്ടല്ലോ. 2021 മോഡൽ 350 ഇയേഴ്സ് സ്റ്റാൻഡേർഡ്. ഇത് നമുക്കൊരു 1.45 ലാസ്റ്റ് കൊടുക്കാം. 1.45 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത ക്ലാസിക് ഇരിക്കണ്ടല്ലോ. ഇത് 2017 വണ്ടി. 17 ക്ലാസിക്. ഇത് എന്ത് വില വരും? നമുക്കൊരു 1.5 ലാസ്റ്റ് കൊടുക്കാം. 1.5 32,000 കിലോമീറ്റർ കാണിക്കുന്നത്. അടുത്ത വീണ്ടും ബുള്ളറ്റ് 2 ഇരിക്കണ്ടല്ലോ. 2022 മോഡലാണ്. 350X പുതിയ മോഡൽ. അത് നമുക്കൊരു 1,000 രൂപ റേഞ്ച് ഒക്കെ ഇട്ട് കൊടുക്കാം. 1,000 രൂപ. അടുത്താണെങ്കിലോ? അത് 1.15 2018 വണ്ടിയാണ്. 1.15 ലാസ്റ്റ് കൊടുക്കാം. 1.15 കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ CB 350 ഇരിക്കണ്ടല്ലോ. ഇത് 2024 വണ്ടി. ഓക്കെ, 2024 11 ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ആ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല. തിളങ്ങണ വണ്ടി. എന്ത് വില കൊടുക്കാൻ പറ്റുക? നമുക്കൊരു 1.95 ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. 1.95 കൊടുക്കാൻ പറ്റുന്ന. ഡൊമിനോർ 400. ഡൊമിനോർ 2022 മോഡലാണ്. നമുക്കൊരു 1.75 കൊടുക്കാം. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. 1.75. അടുത്ത് പിന്നെ MT 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മാർക്കറ്റ് ഉള്ള 1.25 ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. 1.25. അപ്പൊ 20-25 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന 25 നമുക്ക് ഇറക്കി. രണ്ട് ജിക്സർ അല്ല, ഒരു ജിക്സർ റെഡ്. അത് 2023 ആണ്. നമ്മുടെ വില 78 രൂപ. 2023 ജിക്സർ 78. NS 400 അല്ലേ? ഇത് NS 400 പുത്തൻ വണ്ടി. 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 2000 കിലോമീറ്റർ. വെറും 2000 കിലോമീറ്ററോടെ NS 400 2024 വണ്ടി. 24 മോഡൽ. ഒന്നും നോക്കാനില്ല. എന്ത് വില വരും? നമുക്കൊരു 1.88 ഒക്കെ ഫൈനൽ ഇട്ട് കൊടുക്കാം. 1.88. അതിലൊരു 50 രൂപ ഡൗൺ പേയ്മെന്റ്. 40-50 രൂപ നമുക്ക് ഏകദേശം 40-50 മതിയാവും. നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത RC 200. ഇത് 19 ABS BS4 വണ്ടിയാണ്. 19 ABS മോഡലാണ്. 2019 ABS. 1.55 1.52 ഒക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 1.52 ഒക്കെ ലാസ്റ്റ് കൊടുക്കും. 1,52,000 2019 ABS മോഡൽ. ഓക്കെ, അടുത്ത് 2 MT ഇരിക്കുന്നുണ്ട്. ഏതൊക്കെ മോഡൽ? ഇത് 2021 വണ്ടിയാണ്. 21 മോഡൽ. ഇത് നമുക്കൊരു 1.22 ഒക്കെ ഇട്ട് ലാസ്റ്റ്. 1.22. അടുത്താണെങ്കിൽ ഇത് 2024 വണ്ടിയാണ്. 1.65 ഒക്കെ ഇട്ട് ലാസ്റ്റ്. 1.65. ഒരു 20-30 ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെയ്യാം. ഇത് CBR കാണാനാത്ത വണ്ടിയാണ്. കാണാത്ത വണ്ടി CBR 2019 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ അതെ. സിംഗിൾ ഓണർഷിപ്പ്. നമുക്കൊരു 1.62 ഒക്കെ ഇട്ട് ലാസ്റ്റ് കൊടുക്കാം. വണ്ടി ഡിമാൻഡ് ഉള്ള നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി. ഓക്കെ, അടുത്ത ഡ്യൂക്ക് ഏതാ? 390 ആണ്. ഇത് 390 Gen 3 2023 വണ്ടി. 2023. നമ്മുടെ പോലെ 2.70 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 2.70. അപ്പൊ ഷോറൂമിൽ സർവീസ് ഒക്കെ ചെയ്ത് വെച്ചാണ് വണ്ടി. ഓക്കെ, വണ്ടി. അടുത്ത 2 GT ഉണ്ട് കേട്ടോ. ഇതാണ് GT പറഞ്ഞോ. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റത്തെ വണ്ടി 11,000 കിലോമീറ്റർ അല്ലേ? അത് ഫസ്റ്റത്തെ വണ്ടി 2021 മോഡൽ. 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത് അല്ലേ? 11,000 കിലോമീറ്റർ. എന്താ വില വരാം? ഇത് നമുക്കൊരു 3.10 ഒക്കെ ലാസ്റ്റ് കൊടുക്കും. 3,05,000 രൂപ നമുക്ക് ഈ 11,000 കിലോമീറ്ററോടെ വണ്ടി കിട്ടുന്നതാണ്. ഈ വണ്ടിയാണെങ്കിലോ? ഇത് പുത്തൻ വണ്ടിയാണ്. 2025 വണ്ടിയാണ്. 2000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2025 വെറും 2000 കിലോമീറ്ററോടെ GT ഇരിക്കുന്നുണ്ട്. വില എന്ത് വരും? ഇത് നമുക്ക് ആസ്കിങ് 390 ആണ്. 3.88 ഒക്കെ ലാസ്റ്റ് കൊടുക്കുക. അത് ഓടിയിട്ടില്ല പുത്തൻ വണ്ടി. പുത്തൻ വണ്ടിയുടെ 2000 കിലോമീറ്റർ.
അപ്പൊ 385. അതെ അതെ 385 ഏകദേശം ഒരു 60-70 ഡൗൺ പേയ്മെന്റ് വരാൻ ഒരു സാധ്യത. രൂപ കടക്കേണ്ടി വരും. ഏകദേശം 1 ലക്ഷം രൂപ വരും. ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അടുത്ത ഹസ്കുർണ. ഇത് ഹസ്കുർണ 401 2024 മോഡൽ. ഇത് 5000 അടുത്ത് ഓടിയിട്ടുള്ളൂ. 5000 ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് 240 ആണ്. 235-30 ഒക്കെ ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ. അടുത്തൊരു ക്ലാസിക് ഇരിക്കണ്ടല്ലോ. ഇത് റീബോൺ 2022 ടോപ്പ് എൻഡ് മോഡൽ. 2022 ടോപ്പ് എൻഡ്. 182 ആസ്കിംഗ്, നമുക്ക് 178 ഒക്കെ കൊടുക്കാം. ലാസ്റ്റ് 178 കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇന്ന് പിന്നെ വേറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വണ്ടികൾ എടുത്തിട്ടുണ്ട്. സർവീസിന് കൊടുത്തേക്കാണ്. ഡോമിനോർ ഉണ്ട്. വണ്ടികൾ കുറെ എടുത്തിട്ടുണ്ട് നമ്മൾ. അതെ അതെ. ഇപ്പൊ ഹണ്ടർ വരുന്നുണ്ട്. 2023 ഹണ്ടർ ഒരെണ്ണം വരാനുണ്ട്. പിന്നെ ഡോമിനാർ 250 ഉണ്ട്, 400 ഉണ്ട്. പിന്നെ സ്കൂട്ടേഴ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. സ്കൂട്ടേഴ്സ് നമുക്ക് കുറച്ച് കുറവായിട്ട് തോന്നുന്നു. വരാനുണ്ട്. എല്ലാ ടൈപ്പ് വണ്ടികളും നമുക്ക് എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്. ഓൾ കേരള ഫിനാൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ സ്പോട്ടിൽ തന്നെ ഇറക്കി കൊടുക്കാം. ഡെലിവറി ഉണ്ടാവും നമുക്കിപ്പോ. അത്യാവശ്യമൊക്കെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഡെലിവറി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് തൃപ്തിപ്പെട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി എത്തിച്ചു തരാം. കൊണ്ടുപോകാൻ പ്രയാസമുള്ളവർക്ക്. അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കണം. വണ്ടിയുടെ കണ്ടീഷൻ നോക്കണം. കാരണം യൂസ്ഡ് വണ്ടിയാണ്. നമ്മൾ നോക്കി എടുക്കുന്നെങ്കിലും എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമാകും. എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേണ്ടതാണ്. എന്നാലും പിന്നെ പറയാൻ പറ്റില്ല. ഓടാണ്ടിരിക്കുന്ന വണ്ടികളാണല്ലോ. പർച്ചേസ് എങ്ങനെയാ നമ്മൾ എല്ലായിടത്തും ചെയ്യും? എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ. പർച്ചേസ് ചെയ്യാം. മാക്സിമം നല്ല വില കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ ഓണം പ്രമാണിച്ച് നമ്മൾ പുതിയൊരു ഷോറൂമാണ്. പുതിയ ഷോറൂം നമ്മൾ വന്നേക്കണ ഏകദേശം 11 വർഷം 12 വർഷത്തോളമായി. അപ്പൊ നമ്മളിപ്പോഴാണ് ഈ ഷോറൂമിൽ എത്തുന്നത്. ആൾക്ക് നമ്മളെ വിളിക്കാനൊരു മടിയായിരുന്നു. വേറെ ഒന്നുമല്ല, പറയാനുള്ള എന്താണ് പറയണല്ലേ? വേറെ ഒന്നുമല്ല, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാൻ ആള് വേണ്ടേ. അപ്പൊ സ്റ്റാഫ് ഉണ്ടായി. സ്റ്റാഫിനെ കാണാത്തതുകൊണ്ട് നമ്മൾ ആളെ പിടിച്ച് നിർത്തേക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ഫിനാൻസ് ഡോക്യുമെന്റ്, ആധാർ, പാൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 1 ലക്ഷത്തിന് മേലേക്കാണ് ചിലപ്പോൾ ലാൻഡ് ടാക്സും കാര്യങ്ങളും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഒരു വണ്ടി ഡെലിവറി ആവണ്ടല്ലേ. ആ ഫാസ്റ്റിന് നമ്മൾ കാണിച്ച ഫാസ്റ്റിന് ഡെലിവറി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ കസ്റ്റമറിനോട് നമുക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിച്ചാലോ? അപ്പൊ നമ്മുടെ ഫാസ്റ്റിനെ നമ്മൾ വീഡിയോ കാണിച്ചത് ഓൺ ദ സ്പോട്ട് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടി ആരും ചോദിച്ച് വിളിക്കാൻ നിൽക്കരുത്. അപ്പോ ഇതാണ് നമ്മുടെ കസ്റ്റമർ. പേര് പറഞ്ഞോ? ശ്രീജിത്ത്. സ്ഥലം എവിടെ? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ഇവിടെ ഓലക്സും കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു സർവീസും കാര്യങ്ങളും? ഏകദേശം വന്നിട്ട് 10-അര മണിക്കൂർ ആയിട്ടില്ല. 10-15 മിനിറ്റുള്ള ഡീലിംഗ് കഴിഞ്ഞു. ഫിനാൻസ് ആയിരുന്നോ? ഫിനാൻസ് അല്ല, റെഡി ക്യാഷ് ആയിരുന്നു. എല്ലാ ഡീലിംഗ് കഴിഞ്ഞു. ഏകദേശം 10 മിനിറ്റുള്ള 15 മിനിറ്റുള്ള പരിപാടി കഴിഞ്ഞ് വണ്ടിയായിട്ട് പോകാൻ പോയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ സർവീസ്? ഓക്കെയാണ്. ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയാ? അത്യാവശ്യം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പറവൂര്. പേര് ശ്രീജിത്ത്. ഹാപ്പി ജേണി. കൺഗ്രാറ്റുലേഷൻസ്. ഹെൽമെറ്റ് ഒക്കെ വെച്ച് സേഫ് ആയി പോവാ. അതേ കൂട്ടുകാരനും ഉണ്ട് കേട്ടോ കൂടാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ എൻഡിങ് ചെയ്യണം. നമ്മുടെ ഇക്കതെ ബിസിയാണ്. ഇവിടെ വേറൊരു സ്റ്റാഫ് ഉണ്ട്. ഇവനെ പിടിച്ച് നിർത്താൻ വേണ്ടി ഓടിക്കളഞ്ഞാണ് അല്ലേ. അപ്പൊ ഇക്ക കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരും ബൈ കൊടുത്തേക്ക്.